ശ്രീ ജയേന്ദ്രൻ, ആരാണ് ഇ പിയുടെ ശത്രുക്കൾ? ആരാണ് ഇ പിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്? ഇ പിയുടെ ശത്രുക്കളെന്നോ ഇ പിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നോ പറയേണ്ടതായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്മൃതി. ഇനി അങ്ങനെ ഒരു ശത്രുവിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോ പ്രഥമ ദൃഷ്ട്യ പറയേണ്ടത് ആരാണ്? DC ബുക്സിനെയാണ് പറയേണ്ടത്. അങ്ങനെയാണല്ലോ പറയേണ്ടത്. പക്ഷെ അവർക്ക് ഇ പിയുടെ ശത്രുത തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എവിടെയോ ഒരു പ്ലാന്റിങ് നടന്നിട്ടുണ്ട്. അതായത് ഈ പ്രശ്നം വാർത്തയാവുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കോട്ടയം ഡേറ്റ് ലൈനിൽ ജയകൃഷ്ണന്റെ ബൈലൈൻ സ്റ്റോറി ആയിട്ടാണ് സാധനം ഇന്നലെ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സാധനം ഈ വാർത്ത എവിടുന്നാണ് പോകുന്നത്? ഇ പി തന്നെ ഇന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്തു നിന്നാണ് ഇത് ചോരാനിടയുള്ളത്. കോട്ടയത്തു നിന്ന് ചോരുക DC ബുക്സിൽ തന്നെയാണല്ലോ ചോരാനിടയുള്ളത്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഇതൊന്ന് ബ്രഷ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകനെ ആയിരിക്കണം. അത് സംശയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അയാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് സാധ്യതകൾ മുമ്പിൽ നിൽക്കുമ്പോൾ അത് സംശയിക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, ഇത്തരം ഒരു പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ CPM സംസ്ഥാന ഘടകത്തിന് അനുമതി ഇല്ലാതെ ഒരാൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അത് ഇ പി അല്ല, CPM നിൽക്കുന്ന ആർക്കാണെങ്കിലും അവരെ അത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ പാർട്ടിയുടെ അനുമതി വാങ്ങിക്കണം. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജയരാജന്റെ കഴിഞ്ഞ മാസം 26-ാം തീയതി പ്രകാശനം ചെയ്ത P. ജയരാജന്റെ പുസ്തകത്തിന് പാർട്ടിയുടെ അനുമതി വാങ്ങിച്ചു. ആമുഖം എഴുതിയത് ആരാണ്? പാലോളിയാണ്. അവതാരിക എഴുതിയത് വിജയരാഘവനാണ്. അത് പാർട്ടിക്ക് വേണ്ടി പരിശോധിച്ചത് പുത്രൻ ദിനേശനാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അത്തരത്തിലുള്ള പ്രക്രിയ CPM-നകത്തുണ്ട്, സംഘടനാപരമായിട്ടുണ്ട്. അത് മറികടന്നു പോകാൻ ഇ പിക്കും കഴിയില്ല. EMSന്റെ കാലത്ത് EMSനും കഴിയില്ല, മറ്റാർക്കാണെങ്കിലും കഴിയില്ല. ഒരു സാധാരണ പാർട്ടി മെമ്പർക്ക് പോലും അത് കഴിയില്ല. താങ്കൾക്കറിയാവുന്ന കാര്യമാണല്ലോ അത്. ഇ പി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. എഴുതുന്നതിന് അനുവാദം വേണ്ട, എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് അനുവാദം മേടിച്ചാൽ മതിയെന്ന്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, പണിപ്പുരയിലാണ്. അപ്പോൾ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളതാണ്, മോഷണം പോയി. അപ്പോൾ മോഷണം പോയത് എഴുതിയ സാധനമാണല്ലോ മോഷണം പോയത്. അപ്പോൾ എഴുതിയ കാര്യങ്ങളാണല്ലോ പുറത്തു പോയത്. നമ്മളിപ്പോൾ വായിച്ച ഭാഗങ്ങളൊക്കെ എഴുതിയത് തന്നെയല്ലേ? അപ്പോൾ എന്തിനാണ് ഇപ്പോൾ നിഷേധിക്കുന്നത്? അല്ല, അത് മോഷണം പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ആക്ഷേപവുമില്ല. ഇൻഫിൽട്രേഷൻ, അതിലൊരു തുരന്നു കയർ. ഇ പി മോഷണം പോയതായി പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടില്ല കേട്ടോ. മോഷണം പോയി എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല സ്മൃതി. അവിടെ നിന്ന് പോയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് വന്നില്ല. മോഷണം പോയി എന്നൊരു വാക്ക് ഇ പി പ്രയോഗിച്ചതായി. കാര്യം അങ്ങനെ പ്രയോഗിക്കുന്ന ഒരാളല്ലല്ലോ ഇ പിയെ പോലെ ആ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാള്. എഴുതി കൊടുത്തവരിൽ നിന്നും പോയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അതും പരിശോധിക്കേണ്ടതുണ്ട്. വിശ്വസ്തനായ പത്രപ്രവർത്തകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകൻ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ബ്യൂറോ ചീഫാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേരൊന്നും ഞാൻ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നല്ല വിശ്വാസമുള്ള, പാർട്ടിക്ക് വേണ്ടി ശക്തമായി തന്നെ പ്രതികരിക്കുന്ന പത്രപ്രവർത്തകനാണ്. പാർട്ടിയെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെ നന്നായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല പ്രത്യേക ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അതെ, രഘുവാണത്. M. രഘുനാഥാണ്, ബ്യൂറോ ചീഫാണ് ദേശാഭിമാനിയുടെ കണ്ണൂർ യൂണിറ്റിലെ, കണ്ണൂർ ബ്യൂറോയില്. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അത് പരസ്യമായി പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇന്ന് പല ഘട്ടങ്ങളിലായി പലയിടത്തുമായി വന്നിട്ടുള്ള പേര് ഇവിടെ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്കത്ര സംശയങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ എവിടെയോ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. ആ മിസ്സിംഗ് ലിങ്കാണ് ഞാൻ പറയുന്നത്. പാർട്ടിയുടെ അനുവാദമില്ലാതെ ഇത് പ്രസിദ്ധീകരിക്കാൻ എഴുതുന്നതിനൊന്നും ഒരു തടസ്സവും പാർട്ടിക്കില്ല. പക്ഷേ അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അനുവാദം വേണമല്ലോ. പാർട്ടിക്ക് അത് പരിശോധിക്കണമല്ലോ. പരിശോധിച്ചിട്ടാണല്ലോ രേഖാമൂലമുള്ള അനുവാദം കൊടുക്കുന്നത്. ആ അനുവാദം വാങ്ങാനായിട്ടുള്ള സാവകാശം ഇ പിക്ക് കിട്ടാതിരുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ആ പുസ്തകം എഴുതി തീരാത്തത് കൊണ്ടാണ്. അപ്പൊ എഴുതി തീരാത്ത പുസ്തകമാണ് DC-ക്ക് പ്രസാധനത്തിനെന്ന് പറഞ്ഞ് മറ്റാരോ കൊടുത്തിട്ടുള്ളത് എന്നാണല്ലോ വരുന്നത്. അതാരാണത്? അതെങ്ങനെയാണ് ജയകൃഷ്ണന് കിട്ടുന്നത്? അതെങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത്? ഇതൊക്കെയാണല്ലോ അന്വേഷിക്കപ്പെടേണ്ടത്. അതിനാണല്ലോ പോലീസ് DGP അന്വേഷിക്കുന്നത്. കോട്ടയം SP-യോട്
പ്രാഥമിക തലത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയും DC ബുക്സിനെ പോലൊരു പ്രസാധകർ തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ആത്മകഥ എടുത്ത് അതിന്റെ ഭാഗങ്ങൾ അങ്ങ് പുറത്തേക്ക് വിടാമെന്ന് കരുതുമെന്ന് വിചാരിക്കുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? താങ്കൾ ആത്മാർത്ഥമായി DC ബുക്സിന് അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അവരെ സംബന്ധിച്ച് കച്ചവട തന്ത്രം നല്ലോണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്നലെ അത് പുറത്തുവിട്ടത്. അതിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പാനന്തരമായിരിക്കുമല്ലോ ഇത് പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ചേർത്ത് വെക്കുന്നത്. അല്ല, ഇത് പിന്നെ അതാണ് എനിക്ക് ഈ അത്ഭുതകരമായി തോന്നിയ ഒരു വസ്തുത. ഇതൊക്കെ കച്ചവട തന്ത്രമായിട്ട് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? ഞാനത് ഈ സ്മൃതി പറയുന്ന പോലെ പരാമർശം നേരത്തെ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പി ജയരാജന്റെ പുസ്തകം PDPക്കാർ കത്തിച്ചല്ലോ, അതിന്റെ കവർ എടുത്ത് പിന്നെ കോഴിക്കോട് തെരുവിൽ വെച്ച് കത്തിച്ചല്ലോ. അത് പി ജയരാജന്റെ പുസ്തകത്തിന് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഏതായാലും പി ജയരാജന്റെ ആ പുസ്തകം പിന്നെ ആദ്യ ഇത് തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ സെക്കൻഡ് എഡിഷൻ വളരെ അതിവേഗമാണ് വിറ്റഴിഞ്ഞു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സെക്കൻഡ് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്നാണ് ഫസ്റ്റ് എഡിഷൻ തീർന്നത്. അതിന് PDPക്കാരെ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രതികരണമായിട്ടാണ് PDPയുടെ ഇഷ്യൂ. ഇവിടെ അതല്ല, ഇത് അസ്വാഭാവികമായ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അത് EP-ക്ക് അതിൻ്റെ അകത്ത് മനസ്താപം ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഏറെ EP അക്കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം മയിൽ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണെങ്കിലും ഇന്ന് പാലക്കാട് വന്ന് വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതും അതിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടില്ലേ, ഈ CPM എന്തോ പിന്നെ അദ്ദേഹത്തെ സപ്രസ് ചെയ്യായിരുന്നു, അല്ല സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു മറ്റു തരത്തിൽ, അങ്ങനെ ഭീഷണിപ്പെടുത്തി വീണ്ടും പുള്ളി അപമാനിക്കുകയാണ്. അത്രയും കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ല. EP കുറച്ചു കാലമായി പരിപാടികൾ ഇല്ലായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടായി. ശ്രീ ജയേന്ദ്ര, ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.